ഹലോ, ഇന്ന് ഞാൻ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാൻ പോവാണ്. ഞാനൊരു ക്യാരക്ടറിനെ പോലെ ആവാനുള്ള ഒരു ചെറിയ ശ്രമം. എൻ്റെ ക്യാരക്ടർ നമ്മുടെ സ്വന്തം ദിഗംബരനാണ്. എങ്ങനെയാവുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഐഡിയ തോന്നാനുള്ള കാരണം എൻ്റെ തലയിപ്പം അങ്ങനെയാണല്ലോ, കുറച്ച് മുടിയൊക്കെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ദിഗംബരനാവാം. ദിഗംബരനായിക്കൊണ്ട് ഞാൻ ബാക്കി വീഡിയോ കാണിച്ചു തരാം. ടാറ്റാ. ഇതിൽ നോക്കി എഴുതിയൊന്നും ശരിയാവില്ല ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് സ്റ്റേജ്. രണ്ട് കണ്ണിലുമായി. ഇനി ഇവിടെ കുറച്ച് ലിപ്സ്റ്റിക്ക് എഴുതാണ്ട്. ഇപ്പോൾ നമ്മൾ തീർന്നു. കുറേ സമയം എടുത്തു, എന്നാലും തീർന്നു. ഫോട്ടോസ് ബാക്കി കാണിക്കാം. ബൈ. അങ്ങനെ ഇത് കൊളായി. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല, പക്ഷെ കുഴപ്പമില്ലല്ലേ. ഞാൻ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിത് റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ചെറിയ സംശയം തോന്നി പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ മൊബൈലിൽ ഇവളുടെ ഫോട്ടോ കണ്ട ശേഷം ഞാൻ അവളെ പിന്തുടർന്നെത്തിയത്. ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും ദിഗംബരനായത്. പോലീസും ആദർശനായാലും ഒക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇനി പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? എന്താ പ്രിയമെന്നറിയോ ഇയാള്? അവള് ഹണിമൂൺ ട്രിപ്പിന് പോയില്ല, പുറത്ത് ചുറ്റാൻ കൊണ്ടുപോയില്ല എന്നൊക്കെ പരാതി പറയുമ്പോ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെങ്കിലും ഇവൻ നോക്കണ്ടായിരുന്നോ? അവൾ എത്ര ദേഷ്യപ്പെട്ടാലും പരിഭവിച്ചാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവനത് ഒഴിവാക്കി കൂടായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്. നിന്റെ അമ്മയോടെങ്കിലും ആ വിവരം നീ പറഞ്ഞിരുന്നെങ്കിൽ ഇവളത് ബാറ്റ്മാനെ പോലെ ഇല്ലേ കാണാൻ? ആ പെൺകൊച്ചിന് എന്ത് സംഭവിച്ചെന്ന് ആർക്കറിയാം? വയറ്റിലൊരു കുഞ്ഞുണ്ടാ അവളെ കാണാതായിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇത് കത്തിച്ചോളാനോ, അല്ലെങ്കിൽ ഫുൾ ഉറുമ്പായിരിക്കും ഇവിടെ. അല്ലെങ്കിലേ ഉറുമ്പിനെ തട്ടി മുടി നടക്കാൻ വയ്യ, എവിടെയും കടക്കാൻ പറ്റില്ല. അങ്ങനെ ഉറുമ്പാണ്. ഒരു ദിവസം കേട്ടോ, ഞാൻ ഇവിടെ ഉള്ളൊരു റൂമിൽ 2 ബെഡുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബെഡിൽ ഞാനും ഒരു ബെഡിൽ രഞ്ജിനി മമ്മിയും കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എണീറ്റപ്പോൾ രഞ്ജിനി മമ്മിയുടെ കാലിൽ മുഴുവൻ ഉറുമ്പ്. അവർക്ക് ഷുഗർ ഉള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങളൊന്നും സ്കിന്നിൽ എന്തായാലും അറിയാൻ പറ്റില്ല. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഉറുമ്പ് വരുന്നു. എന്നിട്ട് ഞാൻ ഉറുമ്പിനെയൊക്കെ തട്ടിക്കളഞ്ഞു. എന്നിട്ട് ക്രോസറിയിലുണ്ടായിരുന്ന ഉറുമ്പിനെയൊക്കെ തട്ടിക്കളഞ്ഞു. വീഡിയോ എന്നിട്ട് ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു, കാലിൽ നിന്നാണ് ഉറുമ്പ്, കാലിലൊക്കെ അങ്ങനെ ഉറുമ്പ്. മുറി ഉണ്ടായിരുന്നേ, അങ്ങനെ ആ മുറിയിൽ മുഴുവനും ഉറുമ്പ്. എന്താ ചെയ്യാല്ലേ? എനിക്കും വൈകാതെ ഷുഗറൊക്കെ വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്.
ഒരുവിധം പോയി. ബാക്കി നമുക്ക് ഫേസ് വാഷ് ഭർത്താവ് ഒന്നിച്ചൊരു യാത്ര പോകുമ്പോ വീട്ടിലുള്ള മുതിർന്നവരോടെങ്കിലും അതേപറ്റി പറഞ്ഞു വിടത്തില്ലെന്ന് കരുതിയാമേ. അങ്ങനെ വിടാതിരിക്കുന്ന വീട്ടുകാരൊന്നുമല്ല എന്റെ തറവാട്ടിലുള്ളത്. എന്ന് മാത്രമല്ല, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിനക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും അവിടെ ഉള്ളവർ അറിയില്ല. ആ അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരധികം യാത്ര പോകാതിരിക്കുക നല്ലത്. മനസ്സിൽ കൂടുതൽ ഓക്കെ ഒരുവിധമൊക്കെ പോയി. ബൈ ഗായ്സ്.